നമസ്തേ, ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത അത സാംഖ്യയോഗഃ. ശ്ലോകം 7. कार्पण्यदोषो बहदः स्वभावः पृच्छामि त्वां धर्मसमूढचेताः यश्रेयः स्यान्निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधिमां त्वां പ്രപന്നം. അർത്ഥം: കൃപണതയെന്ന ദോഷത്താൽ സ്വഭാവഗുണം നഷ്ടപ്പെട്ടവനും ധർമ്മമെന്തെന്ന് തീർച്ചയാകാനാകാത്ത മനസ്സോടു കൂടിയവനുമായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, യാതൊന്ന് എനിക്ക് ശ്രേയസ്കരം ആയിരിക്കുമോ അതു നിശ്ചയിച്ചു പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയെ ആശ്രയിച്ച എന്നെ ശാസിച്ചാലും അല്ലെങ്കിൽ ഉപദേശിച്ചാലും ലൗകിക ബന്ധങ്ങളിൽ അകപ്പെട്ട ആ മായാവലയത്തിൽ കാണപ്പെടുന്നതെല്ലാം സത്യമെന്നും നിത്യമെന്നും കരുതി ഭൗതികമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയാതെ ഉഴലുന്നവനാണ് കൃപണൻ. ആത്മീയ വീക്ഷണത്തിനുള്ള കഴിവ് കൃപണന് ഉണ്ടാവില്ല. ധർമാധർമ്മങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവും കൃപണന് ഇല്ലായിരിക്കും. സത്യദ്രഷ്ടാവായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്താൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ. അർജുനൻ അത്തരമൊരു ദുർഘടസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും അർജുനൻ നിത്യരായി കാണുന്നു. അതായത് അർജുനൻ സ്വന്തം അജ്ഞാനത്തെക്കുറിച്ച് അറിയുന്നവനാണ്. അറിഞ്ഞുകൂടാ എന്ന് അറിയുന്നതാണല്ലോ ശ്രേഷ്ഠമായ അറിവ്. കൂടുതൽ അറിവ് നേടാൻ മുഖ്യമായി വേണ്ടതും അതുതന്നെ. ശ്രേയസ്സും പ്രയസ്സും വേർതിരിച്ചറിഞ്ഞ് പ്രയസിനെ തള്ളി ശ്രേയസിനെ സ്വീകരിക്കാൻ ഉതകുന്ന ആത്മോപദേശമാണ് ഇവിടെ ആവശ്യം. അത് തീർച്ചയാക്കി ഉപദേശിക്കാൻ അർഹതയുള്ള ഗുരുവിന്റെ മുൻപിൽ തന്നെ സമർപ്പിക്കുന്ന അർജുനൻ ഗീതാമൃതം പാനം ചെയ്യാൻ തികച്ചും അർഹനായി തീരുന്നു. ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാനുപദ്യാദൃശോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. അർത്ഥം: ഭൂമിയിൽ എതിരില്ലാത്തതും സമൃദ്ധവുമായ രാജ്യവും ദേവന്മാരുടെ ആധിപത്യവും നേടിയാൽ പോലും എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ശോഷമുണ്ടാക്കുന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് യാതൊന്നാണോ അത് ഞാൻ കാണുന്നില്ല. യുദ്ധത്തിൽ വിജയവും രാജകീയ സുഖഭോഗങ്ങളും മാത്രമല്ല, ഇന്ദ്രപദവി തന്നെ ലഭിച്ചാലും അർജുനന് ഈ സമയത്തുണ്ടായിട്ടുള്ള ദുഃഖം ഇല്ലാതാക്കാനുള്ള മാർഗം അതിലൊന്നും ഉണ്ടാവുകയില്ല.